ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തോറിയത്തെക്കുറിച്ചാണ്. തോറിയത്തെക്കുറിച്ചും മൈനിങ് മിനറൽസ് എന്നതിനെക്കുറിച്ചും പൊതുവായി. കാരണം ഒരു നിയമ ഭേദഗതി വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മൈനിങ്ങിൽ വന്ന ഭേദഗതിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തോറിയത്തെക്കുറിച്ച് പറയാം. തോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ തീരത്ത് ഉൾപ്പെടെ കാണുന്ന ഒരു മിനറലാണ് മൊണാസൈറ്റ്. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒറീസയിലും ഒക്കെ ഉണ്ട്. അതിൽ നിന്നാണ് തോറിയം വേർതിരിച്ചെടുക്കാവുന്നത്. ലോകത്തെ മൊത്തം തോറിയം നിക്ഷേപത്തിന്റെ 1/4 25% ഇന്ത്യയിലാണ്. ഈ തോറിയത്തെ യുറേനിയത്തിന്റെ ഒരു വകഭേദമായിട്ട് U-233 എന്ന് പറയും. മാറ്റി രൂപാന്തരപ്പെടുത്തിയാൽ അതിനെ ആണവ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങളിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നടത്തി അതിന്റെ ഒരു ത്രഷോൾഡിൽ എത്തി നിൽക്കുകയാണ്. അതായത് അതിനെ ടെക്നോളജി നാളെ കുറച്ചുകൂടി വലിയ സ്കെയിലിൽ ഉപയുക്തമാക്കാൻ കഴിയുന്ന രീതിയിൽ കൽപ്പാക്കത്ത് അതിന്റെ ഗവേഷണങ്ങളും പൈലറ്റ് പ്രോജക്റ്റുകളും ഒക്കെ നടന്നിരുന്നു. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയാം. ആ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനോടൊപ്പം ആണ് തോറിയ ഉൽപാദനം. അവിടെ തോറിയത്തിൽ നിന്ന് യുറേനിയം 233 ഉൽപാദനവും പിന്നീട് ഇത് ഉപയോഗിച്ചിട്ടുള്ള യുറേനിയം 233 ഉപയോഗിച്ചിട്ടുള്ള കാമിനി എന്ന് മറ്റു പറയുന്ന റിയാക്ടറിലാണ് അത് ഊർജ്ജോൽപാദനം. ഇത് രണ്ടും നമ്മൾ ഒരു ത്രഷോൾഡിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് കമ്മ്യൂണിക്കയിൽ നിന്ന് അറ്റോമിക് എനർജി വകുപ്പിന്റെ കമ്മ്യൂണിക്കയിൽ നിന്ന് അടുത്ത കാലത്ത് മനസ്സിലാക്കിയത്. അതാണ് അതിന്റെ പശ്ചാത്തലം. ഇനി മൈനിങ്ങിനെ കുറിച്ച് എന്താണ് പുതിയ തീരുമാനങ്ങൾ ഉണ്ടായതെന്ന്. ഖനനം, എന്ത് ഖനനം ചെയ്യുക? ധാതുക്കൾ ഖനനം ചെയ്യുക. ഇതിനൊരു നിയമം 1960കളിൽ വന്ന നിയമങ്ങളുണ്ട്. അതിന് ചില ഭേദഗതികൾ വന്നിരിക്കുന്നു. മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് റെഗുലേഷൻ അമെന്റ്മെന്റ് ബിൽ 2026 ലോക്സഭയിൽ അത് ഓഗസ്റ്റ് 10 അവതരിപ്പിക്കുന്നു. 12 പാസ്സായി. രാജ്യസഭയിൽ 13 പാസ്സായി. എത്ര വേഗം! അതാണ് ഈ നിയമ ഭേദഗതികളുടെ ഒക്കെ ഒരു സ്പീഡ് നോക്കിപ്പോ. പാർലമെന്റിൽ കാര്യമായ ചർച്ചയൊന്നുമില്ല. വലിയൊരു നിയമ ഭേദഗതിയാണ് യഥാർത്ഥത്തില്. നമ്മുടെ ഇന്ത്യയുടെ ഈ സ്വത്ത്, പ്രകൃതി സമ്പത്ത് എന്ന് വിളിക്കുന്ന സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന 130 കോടി ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ച് തീരുമാനിക്കുന്ന ഒരു നിയമമാണ് ഫടാഫട്ട് എന്ന് പറയുന്ന പോലെ പാസ്സായി പോയിരിക്കുന്നത്. നമ്മുടെ എത്ര മാധ്യമങ്ങളിൽ നമ്മളത് കണ്ടു, എത്ര പേര് വായിച്ചിട്ടുണ്ടാവും? വളരെ ചെറിയ ഒരു ലൈനോ മറ്റോ ഏതെങ്കിലും ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടാകാം, പത്രങ്ങളിലൊക്കെ വളരെ അപ്രധാനമായ ഒരു ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അത്രയേ ഉള്ളൂ. അതിന് പകരം നമുക്ക് മറ്റു പലതും അവരിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അപ്പോ ഇതിൽ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഈ പാർലമെന്റിലെ പുതിയ നിയമങ്ങൾ പാസ്സാക്കിയ അതിനെക്കുറിച്ച് അവിടെ പറയുന്ന കമ്മ്യൂണിക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. കമ്മ്യൂണിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഒന്ന് കാണാം. അത്രയേ ഉള്ളൂ. ഒന്ന്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കീ ഫീച്ചേഴ്സിൽ റെഗുലേഷൻ, ഇതാ പാർലമെന്റിന്റെ കമ്മ്യൂണിക്കയിൽ നിന്ന് എടുത്തതാണ്. റെഗുലേഷൻ ഓഫ് മിനറൽ ബെയറിംഗ് ലാൻഡ്. The Act empowers the central government to control regulation of mines and development of minerals. അതായത് ഖനികളുടെയും ധാതുക്കളുടെയും അവകാശം എംപവർ ചെയ്യപ്പെടുന്നത് സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് എന്നൊരു ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഭരണഘടനാ പ്രകാരമില്ല, യൂണിയൻ ഗവൺമെന്റേ ഉള്ളൂ. The bill adds that the central government will also be empowered to regulate mineral bearing lands. മിനറൽ ബെയറിംഗ് ലാൻഡ്സ് എന്ന് പറയുന്ന ഭൂമിയുടെ കൺട്രോളും ആർക്ക് മാറുന്നു? ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ്. ഇനി ഒരു ഭൂമി മിനറൽ ബെയറിംഗ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം പറയേണ്ടുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. എന്ന് വെച്ചാൽ ഇനി എക്സിക്യൂട്ടീവ് ഉത്തരവ് മതി ഈ ഭൂമി ആരുടേതാണെന്ന് തീരുമാനിക്കാൻ. ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ്, ഇതിവിടെ മിനറൽ ഉണ്ട് എന്ന് ആ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് പറയുന്നു. അപ്പോൾ ഉത്തരവ് വരുന്നു, ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ്, ഇത് മിനറൽ ബെയറിംഗ് ആണ്. ഇനി ആ ലാൻഡിന്റെ ഉപയോഗം ആര് തീരുമാനിക്കും? ആ കേന്ദ്ര ഗവൺമെന്റിലെ ആ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും. ആ നിലയിലേക്ക് ലാൻഡിന്റെ മേലുള്ള ആരുടെയൊക്കെ അവകാശം? സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന്റെ യൂസിനെ കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശവും, അതോടൊപ്പം ഇൻഡിജീനിയസ് പീപ്പിൾ, അവിടെ അധിവസിക്കുന്ന മനുഷ്യർ, അത് മുക്കുവരാകട്ടെ അല്ലെങ്കിൽ ആദിവാസികളാകട്ടെ, അത്തരം കമ്മ്യൂണിറ്റിക്കുള്ള സ്പെഷ്യൽ റൈറ്റ്സും ഒക്കെ എന്ത് ചെയ്യാണ്?
അത് ഇല്ലാതെയാവുകയാണ്. അവിടെ മിനറൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലാതെയാവും. മിനറൽ ഉണ്ട് എന്ന് പറയാൻ ഇനി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചാൽ മതി. പാർലമെന്റ് നിയമം പാസ്സാക്കി അധികാരം ആർക്ക് കൊടുക്കുകയാണ്? എക്സിക്യൂട്ടീവിന് കൊടുക്കുകയാണ്. ഉദ്യോഗസ്ഥർ തീരുമാനിക്കും, അല്ലെങ്കിൽ മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ തീരുമാനിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, വളരെ വലിയൊരു മാറ്റമാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, നമ്മുടെ പത്രങ്ങൾ നമ്മളോട് പറയുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നില്ല. വളരെ കഷ്ടമായ ഒരു സ്ഥിതിയാണ്. ഇനി തോറിയത്തെ കുറിച്ച് വന്ന ഒരു വാർത്തയാണ്, ഇത് വാർത്തയാണ്, ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ പ്രസിദ്ധീകരണമാണ്, എനർജി വേൾഡ് എന്ന് പറയുന്നത്. അതിന്റെ എനർജി സെക്ടറിനെ കുറിച്ച് വരുന്ന ഓൺലൈൻ പ്രസിദ്ധീകരണം, ടൈംസ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഭാഗമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് ആണല്ലോ, ഓൺലൈനും അല്ലാതെയുള്ള പത്രവും പിന്നെ മീഡിയ പലതും കൺട്രോൾ ചെയ്യുന്നുണ്ട്, വിഷ്വൽ മീഡിയയും ഒക്കെ ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിനുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ മേ ഗെറ്റ് തോറിയം ആക്സസ് എന്നാണ് അവരുടെ വാർത്ത. ഈ ഗ്രൂപ്പ് നമ്മുടെ ഗവൺമെന്റിന്, ഇന്ത്യ ഗവൺമെന്റിന് വളരെ അനുകൂലമായി സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവർക്ക് ഇൻസൈഡ് വാർത്തകൾ കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ പറഞ്ഞ ഈ വാർത്തയിൽ കാര്യമുണ്ട്. എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതുവരെ ഈ ആണവ മിനറൽസ്, ആണവധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അവകാശം പൊതുമേഖലയ്ക്ക് മാത്രമാണ്. അതിൽ ചില ഡൈല്യൂഷൻസ് ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷെ 2019 അമെന്റ്മെന്റോടുകൂടി അത് ആണവ മിനറൽ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഈ ആണവ മിനറൽസിന്റെ മാത്രം പ്രൈവറ്റൈസ് ചെയ്യാതെ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് നടപ്പാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പോ പബ്ലിക് സെക്ടർ കമ്പനീസെ ഇപ്പോഴും അതിൽ ആണവ മിനറൽ ആണെങ്കിൽ ഖനനത്തിൽ ഏർപ്പെടുന്നുള്ളൂ. അതാണ് അതിന്റെ സത്യാവസ്ഥ. അത് സ്റ്റേറ്റ് ഓൺഡ് ആയാലും സെൻട്രൽ ഓൺഡ് ആയാലും അത്തരം പബ്ലിക് സെക്ടർ കമ്പനികളെ ഇത് ഇപ്പോൾ വരെ ഏർപ്പെടുന്നുള്ളൂ. പക്ഷെ ആ ഖനനം ചെയ്ത ഈ മിനറല് അതിനെ സംസ്കരിക്കാനൊക്കെ വേണമെങ്കിലും സ്വകാര്യ പങ്കാളിത്തം തേടാം എന്നൊക്കെ നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തു കഴിഞ്ഞു. ഇനി തന്നെയുമല്ല, ശാന്തി നിയമം അനുസരിച്ച് ഇതിനെ എന്തുവരെ ആണവ ഉൽപാദനത്തിൽ വരെ സ്വകാര്യ മേഖലയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. 49% വരെ വിദേശ നിക്ഷേപം വരെ സ്വീകരിക്കാനുള്ള തീരുമാനം ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി എന്തുകൂടി വരാൻ പോകുന്നു എന്നാണ് ഇവർ പറയുന്നത്? ഈ ഖനനം കൂടി പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു, സ്വകാര്യ മേഖലയെ പങ്കെടുപ്പിക്കാൻ പോകുന്നു. ദർ ഈസ് സിഗ്നിഫിക്കന്റ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ എക്സിസ്റ്റിംഗ് പോളിസീസ് എന്ന് പറഞ്ഞാൽ ഈ പോളിസിയൊക്കെ മാറ്റാൻ പോകുന്നു എന്ന് ഇൻസൈഡർ വാർത്തയാണ്. വി ആർ ലുക്കിംഗ് അറ്റ് മെഷേഴ്സ് ദാറ്റ് ക്യാൻ ഗീവ് പാർട്ട് ടു തോറിയം ബേസ്ഡ് എനർജി ജനറേഷൻ. തോറിയം ബേസ്ഡ് എനർജി ജനറേഷൻ എന്ത് ചെയ്യാൻ പോകുന്നു? വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ആയിട്ട് നോക്കുകയാണ്. അത് അപ്പോൾ എന്ത് പറയും, അതിന് നമ്മൾ സ്വകാര്യ മേഖലയെ സ്വീകരിച്ചാലേ അതിൽ ഊർജ്ജോൽപാദനം നടക്കൂ എന്ന ന്യായം വരും. അതിലേക്ക് പോവുകയാണ്. അതിന്റെ ഖനനം പോകുന്നു, ഇത് ആണവ ഉൽപാദനം പോകുന്നു. കാര്യങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി കേരളത്തിൽ ഈ ബ്ലൂ എക്കോണമി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, കേട്ടിരുന്നല്ലോ, കേരള സർക്കാർ പറയുന്നത് കേൾക്കാമായിരുന്നല്ലോ. എന്താണ് ബ്ലൂ എക്കോണമി? ഈ പറഞ്ഞ സമുദ്രതീരത്തെ ഖനനവും അത് കയറ്റി അയക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടേക്ക് മറ്റു സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും ഒക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ളത് ഈ ഖനനമാണ്. സമുദ്രതീരം എന്തുകൂടി സീബെഡ് എന്ന് പറഞ്ഞാൽ തീരത്തോട് അടുത്ത് നമുക്ക് എക്കണോമിക് റൈറ്റ് ഉള്ള ഒരു രാജ്യത്തിന് എക്കണോമിക് റൈറ്റ് ഉള്ള സ്ഥലമുണ്ട്. അതിന്റെ കടലിന്റെ അടിത്തട്ടിലും ഈ മണൽ ഉണ്ടെങ്കിൽ അതും വാരിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ അത് എന്ത് വരികയാണ് ഇപ്പോൾ? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനുള്ള കൺട്രോൾ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ സെൻട്രൽ ഗവൺമെന്റ് അത് പ്രൈവറ്റൈസ് ചെയ്ത് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഒരു പെർഫെക്റ്റ് കൊറോളറി ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് വർത്തിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. നമ്മുടെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുമ്പ് മംഗലാപുരം ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയും അവിടെ അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അദാനി ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ആരെയോ കണ്ടിരുന്നുവെന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിലെ യാത്രയും. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അദാനി ഗ്രൂപ്പാണ് മൈനിങ്ങിലേക്ക് വലിയ തോതിൽ വരാനായിട്ട് ഇപ്പോൾ ഇവിടെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വേദാന്തയാണ് അതിൽ നിൽക്കുന്ന മറ്റൊരു വലിയ ഗ്രൂപ്പ്. വേദാന്ത ഇവരും തമ്മിൽ ചില ക്ലാഷ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വേദാന്തയ്ക്ക് ED റൈഡൊക്കെ കിട്ടി. അതിനോടനുബന്ധിച്ച് ഇവര് തമ്മിലൊരു ഏതോ ഒരു ടെൻഡർ തർക്കം ഉണ്ടായപ്പോ അത് വേദാന്ത കോടതി പോയി. അപ്പോൾ വേദാന്തയ്ക്ക് ED റൈഡ് കിട്ടി. ഇവിടെ അതുപോലെ ഈ എന്താണ് CMRL എന്നുള്ള കമ്പനിക്ക് എതിരെ ചില ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിലെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതും ചില കമ്പനീസിനെ എഡ്ജ് ഔട്ട് ചെയ്യാനും ചിലതിന് ഈ കുത്തക കൊടുക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതിന്റെ ഒരു പെർഫെക്റ്റ് കൊറോളറി ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നിൽക്കാൻ പോകുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട.
തന്നെയുമല്ല, ഇത് നമുക്ക് ഒരു ശാന്തിയുടെ നാളുകളല്ല. നമ്മുടെ തീരപ്രദേശം അശാന്തിയുടെ നാളുകളായിരിക്കും. പക്ഷെ നിയമപരമായി അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതയെ അടച്ചു കളയുന്ന നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.